ബെൽത്തങ്ങാടി രൂപത കുടിയേറ്റത്തിന്റെ വിജയവും സാക്ഷ്യവുമാണെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. കുടിയേറ്റത്തിലും വിശ്വാസവും പാരമ്പര്യവും കാത്തുസൂക്ഷിച്ച ഒരു ജനതയാണ് ബെൽത്തങ്ങാടി രൂപതയെന്നും മാർ റാഫേൽ തട്ടിൽ കൂട്ടിച്ചേർത്തു. ബെൽത്തങ്ങാടി രൂപത സ്ഥാപിതമായതിന്റെ രജത ജൂബിലി രൂപത അധ്യക്ഷൻ മാർ ലോറൻസ് മുക്കുഴിയുടെ മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെയും ഭാഗമായി നടത്തപ്പെട്ട ജൂബിലി കുർബാന മധ്യേ നൽകിയ വചന സന്ദേശത്തിലായിരുന്നു മാർ റാഫേൽ തട്ടിലിന്റെ പരാമർശം. രജത ജൂബിലി ആഘോഷങ്ങളിൽ സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ റീത്തുകളിലെ മെത്രാന്മാരും സന്യസ്തരും വിശ്വാസികളും പങ്കെടുത്തു. കർണാടകയിലെ ആദ്യത്തെ സീറോ മലബാർ രൂപതയാണ് ബെൽത്തങ്ങാടി. ദക്ഷിണ കന്നഡ, ഉടുപ്പി, കൊടക് ജില്ലകളിലേക്ക് കുടിയേറ്റം നടത്തിയ സീറോ മലബാർ വിശ്വാസികൾക്കായി 1999 ഏപ്രിൽ 24 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് ബെൽത്തങ്ങാടി രൂപത സ്ഥാപിച്ചത്. 1999 ഓഗസ്റ്റ് 4 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട രൂപതയുടെ പ്രഥമ മെത്രാനായി മാർ ലോറൻസ് മുക്കുഴി നിയമിതനായി. 1999 12 വൈദികരും 33 ഇടവകകളും 25 സന്യാസിനികളും 4 സന്യാസ ഭവനങ്ങളുമായി പ്രവർത്തനമാരംഭിച്ച ബെൽത്തങ്ങാടി രൂപത 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ 23 പുതിയ ദൈവാലയങ്ങൾ, 45 പുതിയ രൂപതാ വൈദികർ, 5 പുതിയ സന്യാസ ഭവനങ്ങൾ, 14 പുതിയ സന്യാസിനി ഭവനങ്ങൾ, രൂപതാ കോടതി, രൂപതാ കൂരിയ, കത്തീഡ്രൽ ദേവാലയം തുടങ്ങി ഒരു രൂപതയ്ക്ക് അനിവാര്യമായ എല്ലാ സംവിധാനങ്ങളും കൊണ്ട് അജപാലനത്തിൽ സജീവമാണ്. ഒപ്പം സ്കൂളുകൾ, കോളേജുകൾ, മൈനർ സെമിനാരി, ആശുപത്രികൾ, വൈദിക മന്ദിരങ്ങൾ തുടങ്ങിയവയും രൂപതയ്ക്ക് സ്വന്തമായുണ്ട്. സ്നേഹിക്കാനും സേവിക്കാനും എന്ന ആപ്തവാക്യത്തോടെ മേൽപ്പെട്ട ശുശ്രൂഷ ആരംഭിച്ച മാർ ലോറൻസ് മുക്കുഴിയുടെ ദേവാശ്രയത്വവും ദീർഘവീക്ഷണവും കഠിനാധ്വാനവുമാണ് ബെൽത്തങ്ങാടി രൂപതയെ പുരോഗതിയിലേക്ക് നയിച്ചിരിക്കുന്നത്. രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെട്ട ജൂബിലി കുർബാനയ്ക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തലശ്ശേരി രൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി, ബെൽത്തങ്ങാടി രൂപത അധ്യക്ഷൻ മാർ ലോറൻസ് മുക്കുഴി തുടങ്ങിയ മെത്രാൻമാർ സഹകാർമ്മികരായി. ബെൽത്തങ്ങാടി രൂപത കുടിയേറ്റത്തിന്റെ വിജയവും സാക്ഷ്യവുമാണെന്ന് മാർ റാഫേൽ തട്ടിൽ വിശുദ്ധ കുർബാന മധ്യേ നൽകിയ സന്ദേശത്തിൽ വ്യക്തമാക്കി. കുടിയേറ്റത്തിലും വിശ്വാസവും പാരമ്പര്യവും കാത്തുസൂക്ഷിച്ച ഒരു ജനതയാണ് ബെൽത്തങ്ങാടി രൂപതയെന്നും മാർ റാഫേൽ തട്ടിൽ കൂട്ടിച്ചേർത്തു. ബെൽത്തങ്ങാടി രൂപതയുടെ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലിയും പ്രഥമ ഇടയനായിട്ടുള്ള ലോറൻസ് പിതാവിന്റെ മെത്രാഭിഷേകത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോൾ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഇത് ദ സക്സസ് ആൻഡ് വിറ്റ്നസ് ഓഫ് ദ മൈഗ്രേഷൻ. സുവിശേഷം നമ്മളുടെ മുൻപിലെ അവതരിപ്പിക്കുന്നത് ദൈവജനത്തിന്റെ ശിഷ്യത്വം 2 പ്രതീകങ്ങളിലൂടെയാണ്. അത് ഭൂമിയുടെ ഉപ്പാണ്, അത് പ്രകാശം പരത്തുന്ന ദീപമാണ്. സീറോ മലബാർ സഭയുടെ വളർച്ചയിലെ ഈ പ്രദേശത്തുള്ള ബെൽത്തങ്ങാടി രൂപതയിലെ അഭിമന്യ പിതാവും ഇവിടുത്തെ വൈദികരും സമർപ്പിതരും ഇവിടുത്തെ ദൈവജനവും നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ സീറോ മലബാർ സഭയിലെന്നും ഭൂമിയുടെ ഉപ്പ് പോലെ വർത്തിച്ചിട്ടുണ്ട്. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ വിവിധ സഭകളിലെ മെത്രാൻമാരും വൈദികരും സന്യസ്തരും വിശ്വാസികളും പങ്കെടുത്തു. ഒപ്പം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. ബെൽത്തങ്ങാടി രൂപതയുടെ വളർച്ച പൊതുസമ്മേളനത്തിൽ എണ്ണി പറഞ്ഞ തലശ്ശേരി രൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാംപ്ലാനി ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്ന ഇടയനാണ് മാർ ലോറൻസ് മുക്കുഴി എന്നും വ്യക്തമാക്കി. ലോറൻസ് പിതാവ് ആരോടും കലഹിക്കുകയാണ്. അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധികളും കാർക്കശ്യങ്ങളുമുണ്ട് എങ്കിലും ആരോടും തർക്കിക്കാനും കലഹിക്കാനും അദ്ദേഹം ഒരിക്കലും മുതിരുന്നില്ല. എല്ലാവരോടും സൗഹൃദമാണ്. നിങ്ങൾ ആളെണ്ണത്തിൽ മറ്റു രൂപതകളെക്കാളും ചെറുതായിരിക്കും. സാമ്പത്തികമായി മറ്റ് സീറോ മലബാർ രൂപതകൾ പലതും നിങ്ങൾക്ക് മുമ്പിലുണ്ടാകും. പക്ഷേ പ്രിയപ്പെട്ട ബെൽത്തങ്ങാടിയിലെ ദൈവവിശ്വാസികളെ, ഒരു കാര്യം എനിക്ക് നിങ്ങൾക്ക് ഉറപ്പിച്ചു പറയാം, നിങ്ങളെപ്പോലെ കൂട്ടായ്മയുള്ള, സഭാസ്നേഹമുള്ള മറ്റൊരു രൂപതയും നമ്മുടെ സഭയിൽ ഇല്ല എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്, അഭിമാനകരമാണ്. നിങ്ങൾക്ക് മാത്രമേ ഇത്രമേൽ സുന്ദരമായി രൂപതയുടെ ജൂബിലി സംഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ.
പൊതുസമ്മേളനത്തിൽ മെത്രാഭിഷേകത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന ബെൽത്തങ്ങാടി രൂപതാധ്യക്ഷന്മാർ ലോറൻസ് മുക്കിഴിയെ ആദരിച്ചു. കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ, ആഭ്യന്തരമന്ത്രി KJ ജോർജ്, ബാംഗ്ലൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ പീറ്റർ മച്ചാഡോ തുടങ്ങി നിരവധി പ്രമുഖർ പൊതുസമ്മേളനത്തിൽ സംസാരിച്ചു. ചർച്ച് ഡെസ്ക്, ഷെക്കന ന്യൂസ്.